ഞാൻ കണ്ടുപടാം. ഞാൻ 10 മിനിറ്റ് തന്നെ ഞാൻ ഇറങ്ങിപ്പോയി. അതിൻ്റെ ആയിട്ട് വേറെ സൂപ്പർ സ്റ്റാറിൻ്റെ മൊബൈലിൽ മേടിക്കുന്ന ഫോട്ടോയും അവിടെ കാണിച്ചു. പുള്ളിനൊക്കെ ലെജൻഡായിട്ട് കാണാനുള്ള അതിൽ പുള്ളിനൊക്കെ ഒരു ഡ്രൈവർ ചേട്ടൻ എന്ന് പറയുമ്പോൾ സിനിമയുടെ ഒരു കാര്യങ്ങൾ അറിയാണ്ട് വെറുതെ പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ഒന്നും പറയാനായിട്ടില്ല. ഇതെന്താ പറയുക, ഇതിനു വേണ്ടിയൊന്നും പറയലെന്ന് പറയും. അതുകൊണ്ടാണ് എന്റെ ജോലി പോകും. ഇപ്പോൾ മലയാള സിനിമയുടെ ഒരു എന്താ പറയുക, ഒരു പൂക്കാലമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മൾ പോയിട്ട് ഒന്ന് ശ്രദ്ധിപ്പിക്കണമെങ്കിൽ ഈ ചെയ്യുന്ന ഒന്നും പോരാ. മറ്റേത് കണ്ട് ഇത് കണ്ടത് ഞാൻ ആ കടലും കണ്ട അത് ഇറങ്ങിയ എൻ്റെ കല്യാണ സത്യം ചോദിച്ചു. ഇന്നലെ കടൽ തിയേറ്ററിൽ നല്ല രീതിയിൽ വിജയകരമായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനും അതിന്റെ സക്സസ് നമ്മളോട് വിശേഷങ്ങൾ പങ്കുവെക്കാനും അതിന്റെ കാസ്റ്റ് ആക്ടർ നമ്മളോടുണ്ട്. അവരുടെ കാര്യങ്ങൾ അവരോട് ചോദിച്ചറിയാം അല്ലേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും വെൽക്കം. ഹലോ, ഞാൻ സച്ചിൻ, കടകൻ സിനിമ ഡയറക്ടറാണ്. ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം നമ്മുടെ സിനിമ 1 ഹിറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ചില സ്ഥലങ്ങളിൽ ആളുകൾ അറിഞ്ഞിട്ടില്ല, കുറേ ഏരിയകളിൽ ആളുകൾക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ മീഡിയ സുഹൃത്തുക്കളെ വിളിച്ചിട്ടുള്ളത്. കാരണം നിങ്ങൾക്ക് നമ്മുടെ സിനിമ കുറച്ചുകൂടെ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. കാര്യം വേറെ ഒന്നുമല്ല, കുറേ വലിയ വലിയ സിനിമകളുണ്ട്. അതിൻ്റെ കൂടെ നമ്മളെ ഒരു കൊച്ചു സിനിമ കളിക്കുന്നത് നല്ല റെസ്പോൺസ് വരുന്നുണ്ട്. ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട്, നല്ല തിയേറ്റർ റെസ്പോൺസ് വരുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ആളുകളിലേക്ക് വൈഡായിട്ട് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും ഒന്ന് കൂടെ നിന്നേ പറ്റൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പെട്ടെന്നൊരു പ്രസ് മീറ്റിംഗ് വിളിച്ചിട്ടുള്ളത്. കാരണം നമുക്ക് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ വലിയൊരു വൈഡായിട്ടൊരു പ്രൊമോഷനിലേക്ക് പോകാനുള്ള ഒരു ടൈം ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു പ്രസ് മീറ്റ് ഇമ്മീഡിയറ്റ്ലി വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് സന്തോഷം. ഞങ്ങളെല്ലാവരും വളരെ ഹാപ്പിയാണ്. ആദ്യമായിട്ടാണ് പ്രസ് മീറ്റിങ്ങിൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. അതിൻ്റെതായിട്ടുള്ള ടെൻഷൻ ഫേസിലുണ്ട്, പക്ഷെ അത് വേറെ ടെൻഷനൊന്നുമില്ല. അപ്പോൾ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. അല്ല, ഇപ്പം ഡയറക്ടർ പറഞ്ഞ പോലെ തന്നെയാണ്. കാരണം ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും വളരെ ഗംഭീരമായി പടം. നമ്മൾ ഇത്രയും ഗംഭീരമാവുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. പക്ഷേ ലാസ്റ്റ് മൂമെൻറ്റിൽ ബോംബെലിൻ്റെ വർക്ക് കഴിഞ്ഞ് പോരുമ്പോൾ ഡയറക്ടർ എന്നെ വിളിച്ചിട്ടുണ്ട്, അശ്വിൻ ചേട്ടാ നമ്മൾ വിചാരിച്ച പോലെയല്ല, ഭയങ്കര രസമുണ്ട് പടം. ഫൈനലി അവിടുത്തെ 1-2 പേര് കണ്ടു കഴിഞ്ഞപ്പോൾ ഗംഭീര റിപ്പോർട്ടാണ് പറയേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഈശ്വരൻ്റെ അനുഗ്രഹം എന്ന് ഞാൻ പറഞ്ഞു. ഞങ്ങളെല്ലാവരും ഏറ്റവും സെറ്റ് എല്ലാവരും ശരിക്കും കഷ്ടപ്പെട്ട ഒരു പടമാണ്. പക്ഷെ നമുക്ക് തിയേറ്റർ വളരെയധികം കുറഞ്ഞു പോയി എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ. എന്നാലും മലബാർ ഏരിയയിൽ 1 ഹിറ്റാണ്. 1 ഹിറ്റ് തന്നെ ഭയങ്കര ഗംഭീരമാണ്. ഇവിടെയും അത് തന്നെയാണ് സിനിമ. പക്ഷേ ഇവിടെ കുറച്ച് റണ്ണിങ് ആയ കുറേ സിനിമകളുണ്ട്. അപ്പോൾ അവർക്ക് തിയേറ്റർ ഉള്ളതുകൊണ്ട് നമുക്ക് ആ തിയേറ്റർ ഒരിക്കലും കിട്ടാൻ ചാൻസ് ഇല്ല. എന്നാലും തിയേറ്ററിൻ്റെ എണ്ണം കൂട്ടാമെന്ന് പറഞ്ഞേക്കേണ്ടതിൻ്റെ ഒരു സന്തോഷത്തിലുമാണ് ഞങ്ങൾ. പിന്നെ സിനിമയെക്കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല, കാരണം ഇത്ര ദിവസമായി സിനിമ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാം കൊണ്ടും, അതായത് ഇപ്പോൾ കളിക്കുന്ന സിനിമകളെല്ലാം പല ജോണറാണ്. ഇപ്പോൾ മറ്റേ പ്രണയലു ആണെങ്കിൽ തന്നെയും അത് ഒരു പ്രണയം തമാശ അങ്ങനെയുള്ളൊരു സംഭവമാണ്. പ്രമയുഗം വേറൊരു ജോണറാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റും അത് മാത്രമല്ല വേറൊരു ജോണറാണ്. അതുപോലെ തന്നെ മഞ്ഞുമൽ ബോയ്സും വേറൊരു മൂഡിലാണ് ആ സിനിമ നിൽക്കുന്നത്. പക്ഷെ ഇത് അതുപോലെ വേറൊരു മൂഡാണ്. ഫുൾ ഫൈറ്റാണ്. എന്നാൽ ഫാമിലി, പിന്നെ കോമഡി, റൊമാൻസും സോങ്സും എല്ലാം വെച്ചിട്ട് പാക്ഡ് ആണ് സിനിമ. കണ്ടവരെല്ലാവരും അതേ റിപ്പോർട്ട് തന്നെ പറയുന്നത്. നമ്മൾ മനസ്സിൽ കണ്ട ആ റിപ്പോർട്ട് തന്നെയാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ വളരെ അടുത്ത സുഹൃത്തുക്കൾ പോലും ഇന്ന് രാവിലെ ഞാൻ വിളിച്ചപ്പോൾ ഇറങ്ങിയോ പടം എന്ന് ചോദിക്കുകയും ചെയ്തു. അങ്ങനെ ജനങ്ങളിലേക്ക് എത്താത്തൊരു അവസ്ഥയുണ്ട്. അത് നിങ്ങളിലൂടെ വേണം അത് എത്തിക്കാനായിട്ട്. അതിനുവേണ്ടിയുള്ള ഒരു പ്രസ് മീറ്റാണിത്, തുറന്നു പറയാം. അപ്പോൾ ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. എന്താണെങ്കിലും ഇനി ഇത് ജനങ്ങൾ കാണണം, ജനങ്ങളിലേക്ക് എത്തണം, അതാണ് ഞങ്ങളുടെ ഉദ്ദേശം. നമസ്കാരം. ഈ പറഞ്ഞ പോലെ പ്രൊമോഷന്റെ ഒരു പരിമിതി ഉള്ളതുകൊണ്ട് ഇങ്ങനെയൊരു പ്രസ് മീറ്റ് വിളിച്ചതാണ്. രണ്ടാമത് മലബാർ ഏരിയയിൽ ഈ പടം നന്നായിട്ട് വർക്കാവുകയും നമ്മുടെ ഈ മധ്യ കേരളത്തിലോ തെക്കൻ കേരളത്തിലോ ഒന്നും വർക്കാവാതെ, അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മൾ പ്രതീക്ഷിച്ച മലബാർ ഏരിയ സംബന്ധിച്ച് ബാക്കിയുള്ള കളക്ഷൻസ് നമുക്ക് ഇവിടെ കുറവായിരുന്നു എനിക്ക് തോന്നുന്നു. പടത്തിന്റെ റിലേറ്റബിലിറ്റി ഒരു പ്രശ്നമാണ്. അതായത് നമ്മളിതിനകത്ത് സംസാരിക്കുന്നത് അനധികൃത മണൽക്കടത്ത്, മണൽ മാഫിയ പോലുള്ള സബ്ജക്റ്റുകളാണ്. അപ്പോൾ എത്രത്തോളം റിലേറ്റബിൾ ആണ് എന്ന് ഇവിടെ ബാക്കിയുള്ള സ്ഥലത്ത് താമസിക്കുന്ന ജനങ്ങൾക്കുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.
അപ്പോൾ അതും കൂടെ ഒന്ന് കൺസിഡർ ചെയ്യണം നമ്മൾ സംസാരിക്കുമ്പോൾ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നമ്മൾ സിനിമ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹക്കീംജി പറഞ്ഞ പോലെ തന്നെ ഈ ഭാഗത്തും മാത്രമാണ് നമുക്ക് സിനിമകൾ തിയേറ്ററുകളൊക്കെ കുറവുള്ളത്. മലബാർ ഏരിയകളിൽ ഇപ്പോൾ സിനിമ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഒന്നുകൂടി പുഷ് ചെയ്തിട്ട് ഒന്നുകൂടി സിനിമ ആളുകളിലേക്ക് എത്തിക്കാൻ. പ്രൊമോഷൻ്റെ ഒരു കുറവ് നമുക്കുണ്ടായിരുന്നു കുറച്ച്. ഓക്കെ. ഹലോ, ഞാൻ ഈ പടത്തിൻ്റെ സൗണ്ട് ഡിസൈനറാണ്. അപ്പം ഇവരിൽ ഞാൻ ഏറ്റവും ലാസ്റ്റ്ലി ടീമിലേക്ക് വരുന്ന ആളാണ്. അപ്പോൾ ഞാൻ പടം കണ്ടു. അപ്പോൾ ഞാൻ സജിനോട് പറഞ്ഞു എനിക്ക് മലപ്പുറം പോകണം, ഇതിൻ്റെ സൗണ്ട് എഫക്ട്സും കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു 3 ദിവസം മലപ്പുറത്ത് പോയി. അപ്പോൾ പറഞ്ഞു ഈ റിലേറ്റബിലിറ്റി ഉണ്ട് ഈ മണൽ മാഫിയ എന്ന് പറയുന്ന പരിപാടിയൊക്കെ. മണൽ മാഫിയ അല്ല, ഞാൻ മലപ്പുറത്ത് വെളുപ്പിനെ ഈ മമ്പാട് പുഴമാട് എന്ന് പറയില്ല, പുഴമാട്ടിൽ ഞാൻ രാവിലെ ആംബിയൻസ് എടുക്കാൻ പോയി. കാരണം നമ്മുടെ പടം തുടങ്ങുന്ന സീൻ എന്ന് പറയുന്ന ഒരു 10 മിനിറ്റോളം ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇല്ല. ആംബിയൻസും എഫക്ട്സും ഡയലോഗ്സും ദൂരെ നിന്ന് കേൾക്കുന്ന ശബ്ദങ്ങളും വെച്ചിട്ടാണ് അത് ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അത് അറ്റ്മോസ്ഫിയറിൽ നിങ്ങൾ തിയേറ്ററിൽ കണ്ടവർക്ക് അത് കറക്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ എനിക്ക് ലൈവ് സൗണ്ട് റെക്കോർഡ് ചെയ്യണം. അപ്പോൾ അതിന് ഞങ്ങൾ 1-2 MS മൈക്കുകളും മറ്റു പരിപാടികളൊക്കെ ആയിട്ട് പോയപ്പോൾ ഈ പരിപാടി, ഈ സിനിമയിൽ നടക്കുന്ന പരിപാടി നേരിട്ട് കണ്ട ആളാണ് ഞാൻ. അവിടെ മണൽ കോരുന്നുണ്ട്, ഇതേപോലെ തന്നെ ബൈക്കിൽ ചാക്കിലടുക്കി കയറ്റി കൊണ്ടുപോകുന്നുണ്ട്. ഈ പരിപാടികൾ അവിടെ നടക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് നിന്ന് ഞാൻ മൈക്കും വെച്ച് ഈ സാധനങ്ങൾ അവിടുത്തെ ആംബിയൻസ് റെക്കോർഡ് ചെയ്ത ആളാണ്. അപ്പോൾ ഈ ബൈക്ക് കയറ്റിക്കൊണ്ടപ്പോൾ ഞാൻ സജിനോട് ചോദിക്കുകയും ചെയ്തു, ഇങ്ങനെ ഭയങ്കര കുത്തനെയുള്ള സ്റ്റെപ്പൊക്കെ കയറ്റിയിട്ടാണ് ഇവർ ഈ പുറകിൽ ചാക്കും വെച്ച് ഫ്രണ്ടിൽ ചാക്കും വെച്ചിട്ട് ഇതുപോലെ കയറ്റിക്കണം. അത് നമ്മുടെ പടത്തിൽ അതേ സീൻ ഞാൻ ഡയറക്റ്റ് കണ്ടതാണ്. അല്ല നമുക്ക് ഇവിടെ പരിചയമില്ലായിരിക്കും ഇങ്ങനൊരു പരിപാടി എന്നുള്ളത്. പക്ഷെ ഞാനൊരു ഡയറക്ടർ ഞാൻ സജിനോട് ചോദിച്ചത് ഇത് നടക്കുന്നതാണോ, അപ്പൊ നീ നോക്ക് എന്ന് പറഞ്ഞിട്ടാണ്. എനിക്കതൊന്ന് അത്ഭുതമായിരുന്നു. പക്ഷെ ഈ സാധനം നേരിട്ട് കണ്ടു. അപ്പുറത്ത് ദൂരോട്ട് നോക്കുമ്പോൾ ഇതുപോലെ തന്നെ ടിപ്പർ ഇറക്കിയിട്ടിരിക്കുകയാണ്. അവർ ലോഡ് ചെയ്യുന്ന പരിപാടികൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ആ നാട്ടിലെ ഒരു കഥയാണ് ഈ സിനിമ പറയുന്നത്. അത് നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ ഉള്ളവർക്ക് അത് ഭയങ്കരമായിട്ട് റിലേറ്റബിൾ ആണ്. അതുകൊണ്ടാണ് ആ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ മലബാർ, മറ്റു ഏരിയ, നോർത്ത് കേരളയിലേക്ക് ഈ പടം നന്നായി റീച്ച് ആയിട്ടുണ്ട്. തിയേറ്ററിന്റെ എണ്ണം റിലീസ് കഴിഞ്ഞിട്ട് കൂടിയിട്ടുണ്ട്. നമുക്ക് ഇങ്ങോട്ടാണ് മറ്റു പടങ്ങൾ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് തിയേറ്റർ കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളത്. പക്ഷെ ഇനി നെക്സ്റ്റ് വീക്കിലേക്ക് കിടക്കുമ്പോൾ ഉറപ്പാണ് തിയേറ്ററിന്റെ എണ്ണം ഇവിടെയും കൂടും, ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തും. പിന്നെ സൗണ്ടിന്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അറ്റ്മോസ്ഫിയറാണ് മിക്സ് ചെയ്തേക്കുന്നത്. നാഷണൽ അവാർഡ് വിന്നർ ആയിട്ടുള്ള ബിപിൻ ദേവ് ആണ്, റസൂൽ സാറിന്റെ ഒക്കെ മിക്സിംഗ് എഞ്ചിനീയർ ആയിട്ടുള്ള ബിപിൻ ദേവ് ആണ് ഈ പടം മിക്സ് ചെയ്തേക്കുന്നത്. ഞാൻ റസൂൽ സാറിന്റെ അസോസിയേറ്റ് ആണ്, അസിസ്റ്റന്റ് ആണ്. അപ്പോൾ നമ്മൾ സൗണ്ടിൽ ആണെങ്കിൽ പോലും എല്ലാ കാര്യവും വളരെ കൃത്യമായി എന്തൊക്കെ നിങ്ങൾക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് തരേണ്ട രീതിയിൽ തന്നെയാണ് ഈ പടം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും, അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രസ് മീറ്റ് വിളിക്കുന്നത് എന്താ വെച്ചാൽ കൂടുതൽ ആൾക്കാരിലേക്ക് ചെല്ലണം. നിങ്ങളിത് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യണം. ഒരിക്കലും OTT എന്ന് പറഞ്ഞ് ഇരിക്കരുത്. നമ്മൾ തിയേറ്ററിന് വേണ്ടി ഉണ്ടാക്കിയ സിനിമയാണിത്. അപ്പോൾ നിങ്ങളത് കാണണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ ഈ പരിപാടി, സിനിമ എന്ന് പറയുന്നത് ഈ കൊച്ചു സിനിമയ്ക്ക് വേണ്ടതാണ്. നമുക്കൊരു 10-15 ദിവസം നല്ല രീതിയിൽ ഇത് ഓടണം. അതിന് നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നമസ്കാരം. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് മലബാർ ഏരിയയിൽ കുറേ തിയേറ്ററുകൾ ഞാൻ കയറിയിരുന്നു. അപ്പോൾ അവിടെയുള്ള സാധാരണ ആളുകളുടെ ജെന്യുവനായിട്ടുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ അത്ഭുതമൊന്നുമില്ല കേട്ടോ, പക്ഷേ നമ്മളെ വെറുപ്പിച്ചിട്ടില്ല എന്നുള്ള ഭയങ്കര ജെന്യുവനായിട്ടുള്ള ഒരു അഭിപ്രായമുണ്ട്. എനിക്കും അത് തന്നെയാണ്. ഈ സിനിമയിൽ ഭയങ്കര അത്ഭുതങ്ങൾ കാണിച്ച് നിങ്ങളെ പേടിപ്പിക്കും, ഞെട്ടിക്കും. അങ്ങനെയൊന്നും നമ്മൾ ഒരു വാഗ്ദാനങ്ങളോ അല്ലെങ്കിൽ ഒരു വീമ്പ് വർത്തമാനങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഈ സിനിമ നിങ്ങളെ വെറുപ്പിക്കില്ല. നിങ്ങൾക്ക് ആദ്യം മുതൽ അവസാനം വരെ അതിൽ ട്രാവൽ ചെയ്യാൻ കഴിയും, അത് എൻജോയ് ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. പിന്നെ പ്രൊമോഷൻ, ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞപ്പോൾ പ്രൊമോഷൻ്റെ ഒരു വീഴ്ച എന്ന് പറഞ്ഞാൽ ശരിക്കും പ്രൊമോഷൻ്റെ വീഴ്ചയല്ല. ഇപ്പോൾ മലയാള സിനിമയുടെ ഒരു എന്താ പറയുക, ഒരു പൂക്കാലമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മൾ പോയിട്ട് ഒന്ന് ശ്രദ്ധിപ്പിക്കണമെങ്കിൽ ഈ ചെയ്യുന്ന ഒന്നും പോരാ, അതിൻ്റെ അപ്പുറത്തേക്ക് ചെയ്യേണ്ട വരും. ഭയങ്കരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് മാക്സിമം നമ്മുടെ പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്, പല രീതികളിലും ചെയ്യുന്നുണ്ട്. പക്ഷെ അത്
പോരാ എന്ന് തോന്നിയത് കൊണ്ടാണ് ഇപ്പം ഇതും കൂടി നമ്മൾ ചെയ്യുന്നത്. താങ്ക് യു. ആദ്യ സംരംഭമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്. ഈ സിനിമയിൽ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഇതിന്റെ നായകൻ വില്ലൻ എന്നുള്ള കൺസെപ്റ്റ് അല്ല. ഇപ്പോൾ രണ്ടുപേരുടെ ജോലിയാണ് ചെയ്യുന്നത്. പോലീസിന്റെ ജോലി ചെയ്യുന്നു, മണൽ വരുന്ന ആ ജോലി അങ്ങനെ ചെയ്യുന്നു. പക്ഷേ ഇതിനകത്ത് അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഒരു നായകൻ വില്ലൻ എന്നൊരു എന്നാൽ അത്ര ഹൈപ്പ് കൊടുക്കുന്നുണ്ടോ? ഞാൻ ഈ കഥ ഹക്കീമിനോട് പറയുമ്പോഴും രഞ്ജിത്തേനോട് പറയുമ്പോഴും ഒരൊറ്റ കാര്യം പറഞ്ഞുള്ളൂ, ഇതിനകത്ത് നായകൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇല്ല എന്നുള്ളത്. ഒരു റിയൽ കുറെ മലപ്പുറത്തുള്ള കുറച്ച് റിയൽ ഇൻസിഡൻസ് ആണ് നമ്മുടെ സിനിമയിൽ ആഡ് ചെയ്തിട്ടുള്ളത്. റിയലായിട്ട് നടന്നിട്ടുള്ള കുറെ ഇൻസിഡൻസ് ആണ്. അപ്പോൾ റിയലായിട്ട് നടന്നിട്ടുള്ളത് അങ്ങനെ തന്നെ പ്ലേസ് ചെയ്താലേ അത് വർക്ക് ആവുള്ളൂ എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. ഞാൻ അശോകനോടായാലും ആരോട് കഥ പറയുമ്പോഴും ഞാൻ പറഞ്ഞത് മലപ്പുറം ജില്ലയിൽ മമ്പാട് നിലമ്പൂർ ഭാഗത്ത് നടന്നിട്ടുള്ള ഞാൻ വളർന്നു വരുന്ന സമയത്ത് കണ്ടിട്ടുള്ള കുറെ കാര്യങ്ങളും ഇപ്പൊ അവിടുത്തെ പത്ര കട്ടിങ്സ് ഒക്കെ ഉണ്ട്. നമുക്കത് അങ്ങനെ കണ്ട് പുറത്തു വിടാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പൊ അതൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സിനിമ ചെയ്തിട്ടുള്ളത്. അപ്പം ഒരിക്കലും ഈ പറയുന്ന ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി ചെയ്യുന്ന ആളെ ഒരു ഹീറോ ആക്കാനും അല്ലെങ്കിൽ അത് തടയുന്ന ആളെ നായകനാക്കാനും പറ്റത്തില്ല. അപ്പം അവരുടെ പ്രശ്നം അവരുടേതായിട്ടുള്ള അവര് ജീവിതമാർഗത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. കാര്യം വേറെ സംഭവം എന്താണെന്ന് വെച്ചാൽ മണൽ എടുക്കുന്നത് നിർത്തിയിട്ട് പാസ് കൊടുക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഗവൺമെന്റ് പാസ് കൊടുക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അത് പിന്നീട് ഈ ക്രഷർ പരിപാടികൾ വന്നതിന് ശേഷം അങ്ങനെ കൊടുക്കാത്തൊരവസ്ഥ ഉണ്ടായി, പാസ് കൊടുക്കാത്തൊരവസ്ഥ ഉണ്ടായി. ഇപ്പൊ അവര് അതിനു വേണ്ടി നിത്യം കളക്ടർ ഓഫീസിലുമൊക്കെ പോയിട്ട് സമരം ചെയ്തൊരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പം അത് നമ്മള് ലീഗലി പറയുകയാണെങ്കിൽ ചില സമയത്ത് മണൽ എടുക്കുന്നതാണ് നമ്മുടെ നാച്ചുറൽ നല്ലത്, ചില സമയത്ത് മണൽ എടുക്കുന്നത് ഇതാണ്. അപ്പം ആ രീതിയിലാണ്. അപ്പോൾ ഒരിക്കലും ഒരു ടീമിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് നായകൻ ഒരു പരിവേഷം കൊടുക്കാതിരുന്നത് സിനിമയിൽ. തിയേറ്ററിൽ റിലീസായ അന്ന് തന്നെ തിയേറ്റർ ഉണ്ടായിരുന്നു, പക്ഷെ റിലീസിന് ശേഷം അവിടെ കണ്ടില്ല, ഓടിപ്പോയോ? എന്താ പറ്റിയെന്ന് വെച്ചാല് ഞാൻ ഭയങ്കര എന്താ പറയാ ഇമോഷണലി ഭയങ്കര ഓവർവെൽഡ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ഇപ്പൊ ഞാൻ ഇറങ്ങിയിട്ടാണെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോകും. ഞാൻ മാറിയുന്നത് മനഃപൂർവ്വം മാറിയുന്നത്. ഒരുപാട് കാലത്തിന് ശേഷം ഇങ്ങനെ ഒരു റോളിന് വേണ്ടി കാത്തിരുന്ന പോലെ ഒരു പക്ക നാടൻ അടിപ്പണം പോലൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ കാത്തിരുന്ന് കിട്ടിയ വേഷം അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഒരു മൂവി ആദ്യമായിട്ട് ഷോൾഡർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിങ്സ് എല്ലാ മനുഷ്യരെയും പോലെ തന്നെ എനിക്കും ഉണ്ടായിരുന്നു. അപ്പൊ മനഃപൂർവ്വം ആ സമയത്ത് മാറിയുന്നതാണ്. ഇപ്പം നോർമലി ഒരു ചിത്രം ചെയ്യുന്ന സമയത്ത് നമുക്ക് ലീഡ് റോൾ കിട്ടുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കഥാപാത്രം നോട്ടബിൾ ആവുന്നത് നമുക്ക് ചൂസ് ചെയ്യുന്ന ഒരു ഇതുണ്ടല്ലോ. ഈ സിനിമയിൽ എന്താണ് പ്രധാന ഒരു കുക്ക് ചെയ്യുന്ന ഒരു എലമെന്റ് എന്താണ്? എനിക്ക് ഇതിന്റെ അടി നല്ല ഫൈറ്റ് ഉണ്ടെന്ന് കണ്ടപ്പോൾ തന്നെ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. പിന്നെ ഈ കഥാപാത്രം പറഞ്ഞ പോലെ ഭയങ്കര നാടൻ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുള്ള ഒരാളാണ്. എനിക്ക് അവിടെയൊക്കെ ഭയങ്കര റിലേറ്റബിലിറ്റി തോന്നി. എനിക്ക് ചെയ്യാൻ പറ്റും എന്നെനിക്ക് ഭയങ്കര ആത്മവിശ്വാസം തോന്നിയതുകൊണ്ടാണ് ഞാനത് പിടിച്ചത്. സിനിമയിൽ തന്നെ ഉടനീളം നമ്മൾ ഫസ്റ്റ് നോക്കുമ്പോൾ ഒരു നോർമൽ അച്ഛൻ അല്ലെങ്കിൽ മകനെ എങ്ങനെ നമുക്ക് ആ ഒരു അവസാനം ആകുമ്പോഴേക്കും ഭയങ്കര മാസമായിട്ടുള്ള ഗീറ്റിംഗ് ആയിരുന്നു അതിന്റെ അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ്. എനിക്ക് അതേപോലത്തെ റോളിന് വേണ്ടി ചെയ്യാൻ താല്പര്യമുണ്ട്. ഇനിയും അതേപോലത്തെ റോളുകൾ ചെയ്യാൻ താല്പര്യമുണ്ട്. ഇതൊരു മാസ് ക്യാരക്ടറൊന്നുമല്ല, ഒരച്ഛൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് അതിലും അഖിലിന്റെ ബാപ്പ. അപ്പോ ഒരു സന്ദർഭത്തിൽ അയാള് അങ്ങനൊരു സംഭവം പറയാനുള്ള സിറ്റുവേഷൻ അതിലുണ്ടായിരുന്നു. മകനോട് അവസാനം പറയുന്നുണ്ടല്ലോ, നിങ്ങൾ കണ്ടതാണല്ലോ, എനിക്കത് വേണം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായത് കൊണ്ടാണ് അയാൾ പറയുന്നത്. അത് എൻ്റെ മകൻ അങ്ങനെ പോകുന്നതിൽ എനിക്ക് താല്പര്യമൊന്നുമില്ല, അവനെങ്ങനെയെങ്കിലും അതിൽ നിന്നും പിന്തിരിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ് ആ വാപ്പൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ അവസാനം അങ്ങനെ പറയേണ്ടി വന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായത് കൊണ്ട് പറയുകയാണ്. അപ്പൊ പറയുമ്പോൾ അതൊരു ക്ലൈമാക്സ് ലീഡാണ്, അവിടെ കയ്യടിക്ക് കിട്ടി. അപ്പൊ എന്ന് പറഞ്ഞാൽ ഞാൻ മാസ് കറക്റ്റ് ചെയ്യാനായിട്ടൊന്നും അത്ര അങ്ങനെയൊന്നുമില്ല. കഥ പറയുമ്പോഴും ഞാൻ എൻ്റെ അടുത്ത് സജിൽ വന്നിട്ട് ഈ കഥ എൻ്റെ വീട്ടിൽ വന്ന് കഥ നറേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, ഇത് ഞാൻ ചെയ്യുമോ, എനിക്ക് ചാൻസ് ചെയ്യാൻ പറ്റുമോ? അവർ പറഞ്ഞില്ല, അസെപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ സാധാരണ നമ്മളെല്ലാവരും കണ്ടിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു ഡയലോഗും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിന് പറ്റിയൊരു സൈസുള്ള ഒരാളും ഒക്കെയാണ്. അങ്ങനെ ഞാനും പറഞ്ഞിട്ടില്ല, നമുക്ക് ഈ സൈസ് വെച്ച് ചെയ്യണം, അതാണ് നമുക്ക് വേണ്ടത്. പിന്നെ അവിടെ ഞാൻ പ്രിപ്പയർഡ് ആവണമായിരുന്നു. മീൻ ഞാൻ ഡയലോഗൊക്കെ പറഞ്ഞു നോക്കി തനിച്ചിരുന്ന്, അപ്പൊ അങ്ങനെ മതി എങ്ങനെ മതിയെന്നൊക്കെ, കാരണം ഞാൻ ചെയ്യാത്തൊരു സാധനം ആയതുകൊണ്ട്.
പിന്നെ ഫസ്റ്റ് ഡേ തന്നെ വന്ന് ഞാൻ അഭിനയിച്ചപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല, ഓക്കെ ആണെന്ന് പറഞ്ഞു. പിന്നെ ഓരോ ഷോട്ട് എടുക്കുമ്പോഴും ഞാൻ സജിലിനോട്, സജില് കുഴപ്പമുണ്ടോ, ഇല്ല ഓക്കെ 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 എന്ന് പറഞ്ഞു. പിന്നെ അത് തന്നെ നമ്മൾ ചിലപ്പോൾ ചില ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് സജിലിനോട് ഞാൻ പറഞ്ഞു നോക്കും, ഇങ്ങനെ പറഞ്ഞാൽ മതി, ഇത് മതി, ഞാനത് ഇങ്ങനെ പറഞ്ഞാൽ ഇത് മതി. അങ്ങനെയൊക്കെ ചില സീൻ അങ്ങനെ 2 പ്രാവശ്യമൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു ടൈപ്പ് അഭിനയിച്ചിട്ട് ഞാൻ ഇങ്ങനെ കൂടി ചെയ്യാമെന്ന് പറഞ്ഞിട്ടൊക്കെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് അപ്പം അത് അതിലേക്ക് വന്നപ്പോൾ നമുക്ക് കിട്ടിയ ഒരു അല്ലേ, അങ്ങനെ പല സീനുകളും അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സീൻ കിട്ടുമ്പോഴാണ് നമുക്ക് അറിയുള്ളൂ, ഇങ്ങനെ അല്ലേ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ആൾക്കാർ സിനിമ കണ്ടിട്ട് പലരും വിളിച്ചതിനോട് പറഞ്ഞു അപേക്ഷ നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അത് വലിയ സിനിമയിലുള്ള വലിയ നടന്മാർ വരെ ഡയറക്ടേഴ്സ് വരെ എന്നെ വിളിച്ചു പറഞ്ഞു നന്നായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാന്ന് പറഞ്ഞിട്ട്. നടന്മാരും പറഞ്ഞിട്ടുണ്ട് നന്നായിട്ട് ചെയ്തു, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ. എന്തായാലും പടം ഈ പറയുന്ന പോലെ നമുക്ക് നമ്മൾ പ്രതീക്ഷത്തിൽ തിയേറ്റർ കിട്ടാത്തതിന്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഉണ്ട്, കണ്ടവരെല്ലാവരും വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കൂടുതൽ തിയേറ്ററുകൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതേപോലെ വർഷങ്ങളായിട്ട് സിനിമയിലുള്ള ഒരാളാണ്, ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫിലിം മേക്കേഴ്സിനൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം മാറി ഈ ചോദ്യം ശരിയല്ലെന്ന് തോന്നുന്നു. അപ്പം ഇതിൽ നിന്നെല്ലാം മാറി ഈ ജനറേഷനിലെ ഏറ്റവും യങ് ആയിട്ടുള്ള ഒരു ഫിലിം മേക്കറിന്റെ മുന്നിൽ നിന്ന് അഭിനയിക്കുമ്പോൾ അത് സ്ക്രീനിൽ കണ്ടപ്പോൾ അല്ലെങ്കിൽ ആ ഒരു മാറ്റം എങ്ങനെ ഉണ്ടായിരുന്നു ഏറ്റവും യങ് ആയിട്ടുള്ള ഒരു ഫിലിം മേക്കർ? ഞാൻ ഇവിടെ യങ് അല്ലെങ്കിൽ സീനിയർ ഒന്നും ചിന്തിച്ചിട്ടില്ല. കാരണം ഞാൻ ചെയ്യുന്ന എന്നെ ഏൽപ്പിക്കുന്ന ജോലി ആരുടെ മുമ്പിൽ അഭിനയിക്കാൻ ഞാൻ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഡേ തന്നെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓടിച്ചെന്നില്ല, എങ്ങനെയുണ്ട്, കുഴപ്പമുണ്ടോ, ഇല്ല ആവശ്യമായിട്ട് ഓക്കെയാണ്. കാരണം ഇതിൻ്റെ വേറെ സംഭവം കൂടി ഉണ്ടായി. ഇത് ശരിക്കും മാമുക്കോയെ ചെയ്യേണ്ട വേഷമായിരുന്നു. ആദ്യം ഞാനായിരുന്നു, പിന്നെ ആ മലപ്പുറം സ്ലാങ് ഞാൻ പറയുമോ എന്നൊരു ഡിസ്കഷനിൽ വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ മാമുക്കോയിലേക്ക് പോയി. പിന്നെ അതിന് ശേഷമാണ് തിരിച്ച് എന്നെ വീണ്ടും എന്നിലേക്ക് വരുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇവരെന്നോട് പറയുന്നത് ഇത് മാമുക്കോയുടെ കഥ നെറേറ്റ് ചെയ്തതിന് ശേഷം വീട്ടിൽ വീട്ടിൽ ഞാൻ ലൊക്കേഷൻ ചെന്ന് ഫസ്റ്റ് എടുക്കുന്ന ക്ലൈമാക്സാണ്. ക്ലൈമാക്സ് നിങ്ങൾ കണ്ടല്ലേ, ആ പുഴയുടെ അവിടെ വന്നിട്ട് ഞാൻ പറയുന്ന ഡയലോഗാണ്. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ കുടുംബത്തും കൂടി വന്ന് തന്നെ ഹഗ് ചെയ്തിട്ട് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി പോയി. മാമുക്കോയുടെ ഒരു വേഷം. അങ്ങനെ പിന്നെ അവിടുന്ന് ഓരോ ഷോട്ടും നമ്മൾ അഭിനയിക്കുമ്പോൾ അത് ഏത് പടത്തിലാണെങ്കിലും ശരിയാണ്, ഞാൻ അഭിനയിക്കുമ്പോഴും ഞാൻ ചെയ്ത് തന്നെ ഓടിയുന്ന ഡയറക്ടർ എന്നോട് ഓക്കെയാണ്, അസോസിയേറ്റ് കൂടെ അഭിനയിക്കുന്നവരോട് ഇപ്പോഴും ഞാൻ ചെയ്യുന്നുണ്ടത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയും ഇത് തന്നെ വേറൊരു ടൈപ്പ് ആണെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കട്ടെ, നമുക്ക് അങ്ങനെ നോക്കാം. ചിലര് ഇത് മതി എന്ന് പറയും, ചിലത് പല കാരണങ്ങളുണ്ടായിരിക്കും ചിലപ്പോൾ ഇത് മതി എന്ന് പറയണം. അതുപോലെ തന്നെയാണ് ഡബിങ് സമയത്തും ഏത് പടമാണെങ്കിലും ഒരു ഡയലോഗ് 2-3 ടൈപ്പ് ഞാൻ ഡബ് ചെയ്യാറുണ്ട്. ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെന്ന് പറഞ്ഞാല് അപ്പൊ അവര് പറയാം ഇത് കുറച്ചുകൂടി ബെറ്റർ. അപ്പൊ എല്ലാം നമ്മൾ പറഞ്ഞാൽ ഇത് ഓക്കെ ഇത് മതി ഇന്ന് തീരുമാനിക്കാൻ നമുക്ക് മാത്രം കൊണ്ട് കഴിയില്ല. നമ്മൾ ചെയ്യുന്നത് നമ്മൾ കാണുമ്പോൾ അവരാണ് കൂടി ജഡ്ജ് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ തന്നെ വേറൊരു കാര്യമുണ്ട്. ലോകത്തെ ഏതൊരു നടനും നടിയും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഒരു നടനും നടിക്കും പൂർണ്ണമായിട്ട് അഭിനയിക്കാൻ പറ്റില്ല. നോ കംപ്ലീറ്റ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരുമില്ല ഇവിടെ. കാരണം എന്താ വെച്ചാല് നമ്മൾ അഭിനയിച്ച സംഭവം നമ്മൾ സ്ക്രീനിൽ കണ്ടു കഴിഞ്ഞാൽ അവിടെ കുറച്ചുകൂടി നന്നാക്കാം എന്ന് വേൾഡ് ടോക്കാണത്. അവിടെ ഒരിക്കലും പൂർണ്ണമായിട്ട് അഭിനയിക്കാൻ പറ്റില്ല. അതേപോലെ ഇപ്പം തിയേറ്ററുകൾ കുറവാണെന്ന് പറഞ്ഞു, നല്ല സിനിമകൾ മറ്റു സിനിമകൾ ഓടുന്നുണ്ട്. ഇപ്പം അതിൽ ബ്രഹ്മയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അർജുൻ അശോകൻ നായകനായ ചിത്രമാണ്. അപ്പം അതിനെപ്പറ്റി എങ്ങനെയാ വീട്ടില് അർജുനായിട്ട് സംസാരിച്ചോ? എന്റെ പടം കണ്ടിട്ട് അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എനിക്ക് ആ പടം തന്നെ ഇഷ്ടമായി. എല്ലാ ഗംഭീരമായിട്ട് അഭിനയിച്ചു, എല്ലാ സൈഡും ഗംഭീരമാണ് അതിന്റെ. അപ്പൊ അത് ഓരോരുത്തരും പറയാൻ പറ്റില്ല. മുകളിൽ നിന്ന് ഒരിക്കലും ഞാൻ അത്രയും നല്ല പെർഫോമൻസ് ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം ഈ പടം അഭിനയിക്കാൻ പോകുമ്പോഴും അച്ഛൻ ഞാൻ പോകുന്നു അതിന്റെ പടമാണ്, അതിനെ കുറിച്ച് വിശദീകരിച്ച് എന്നോട് പറയുമൊന്നുമില്ല. ഞാൻ ഇടയ്ക്ക് വിളിക്കും, എവിടെയാണ്, എങ്ങനെയുണ്ട്, എന്തായിരുന്നു എന്നാ കുഴപ്പമില്ല അങ്ങനെ പറയുള്ളൂ. എല്ലാം ഗംഭീരം ഒരിക്കലും പറയില്ല. കുഴപ്പമില്ല അച്ഛൻ കഥ വീട്ടിലൊന്നും ഒരു കഥ പറഞ്ഞിട്ട് പോകണം, എങ്ങനെയുണ്ട് കഥ, കുഴപ്പമില്ല എന്ന് പറയുള്ളൂ. അവിടെ സെറ്റിൽ വിളിച്ചാലും കുഴപ്പമില്ല നന്നായിട്ട് പോകുന്നു ഇങ്ങനെ പറയുള്ളൂ. പക്ഷെ ആ നന്നായിട്ട് പോകുന്നു എന്ന് പറയുന്നത് തന്നെ എനിക്ക് ഈ പടം കണ്ടപ്പോൾ അവന്റെ പല പടങ്ങളും കാണുമ്പോൾ ഞാൻ നന്നായി ചെയ്തിട്ടുണ്ട് നീ എന്ന് പറയും. പക്ഷെ ഈ പടം കണ്ടപ്പോൾ എനിക്ക് ഒരു എക്സ്ട്രാ ഓർഡിനറി, അവൻ കുറച്ചുകൂടി ഭയങ്കര എഫർട്ട് എടുത്ത് ചെയ്ത പോലത്തെ ഒരു ക്യാരക്ടറാണ് അവൻ. അത് ഭംഗിയായിട്ട് അവൻ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാനും സിനിമ കണ്ടവരൊക്കെ പറയുന്നത്. തിയേറ്ററുകളിലെ എണ്ണത്തിന്റെ കാര്യം പറയും. തിയേറ്ററുകളിലെ എണ്ണത്തിന്റെ കാര്യം ഒരു മലബാർ റേഞ്ചിലോട്ട് അവർക്ക് ഇച്ചിരി കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ സ്റ്റോറി. ഈ പറഞ്ഞ പോലെ ചാലിയാറിന്റെ കേസ് മണ്ണിൽ നടത്തിൽ അവർക്കൊക്കെ ഇച്ചിരി കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്.
ഇങ്ങനത്തെ ഒരു സ്റ്റോറി നല്ലൊരു സിനിമയാണെങ്കിൽ കൂടി അങ്ങനെ എന്താ പറയുക എല്ലായിടത്തും നോട്ടബിൾ ആയിട്ടൊന്നുമില്ല എന്ന് പറയുമ്പോൾ തന്നെ ആസ് എ പ്രൊഡ്യൂസറിന് ഉണ്ടാകുന്ന ഒരു നഷ്ടമുണ്ടല്ലോ. അല്ല, ഇത് ശരിക്കും ഇവിടെ കഥ മനസ്സിലാവാഞ്ഞിട്ടുള്ള കുഴപ്പം കൊണ്ടൊന്നുമില്ല. ഞാൻ ഇന്നലെ സത്യം പറയാം, ഇന്നലെ ഒരു തിരക്കഥാകൃത്ത് തന്നെ ഞാൻ വിളിക്കേണ്ടി വന്നു. അത് വേറൊരു കാര്യത്തിനുണ്ട്. വിളിച്ചിട്ട് പറഞ്ഞ് അപ്പൊ ആദ്യം പറഞ്ഞു വെച്ചാല് പ്രമേയവും കണ്ടു, ഞാൻ പറയാൻ വിട്ടുപോയി, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ് മറ്റേത് കണ്ടു ഇത് കണ്ടത്. ഞാൻ ആ കടകൻ കണ്ട അത് ഇറങ്ങിയ എന്റെ കല്യാണ സത്യം എന്നോട് ചോദിച്ചത് ഇന്നലെ. ആളുടെ പേര് ഞാൻ പറയുന്നില്ല. അത് ഇറങ്ങിയോന്ന് ചോദിച്ച പലരും ഉണ്ട് ഇങ്ങനെ. അപ്പൊ ആളുകളിലേക്ക് എത്തിയിട്ടില്ല ഇത്. അതിന്റെ സബ്ജക്ട് വൈസ് പ്രശ്നം അങ്ങനെ ഒന്നുമില്ല. ഇൻട്രസ്റ്റഡ് ആണ് ഞാനിത് എല്ലാ ആംഗിളും നോക്കിയത്. കാരണം ഒരു പടം എന്ന് പറഞ്ഞ ഒരു സിനിമ എന്ന് പറയുന്നത് കണ്ടിരിക്കാൻ നല്ല മൂഡായിരിക്കണം. നമുക്ക് ബോറടിപ്പിക്കരുത് ഒരിക്കലും. അവിടെ ശരിയായി ഇവിടെ ശരി അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ സിനിമ ഒരു സിനിമയും കാണാൻ പറ്റില്ല. ഒരു സിനിമയും നമുക്ക് കാണാൻ പറ്റില്ല അത്രയും ഇതായിട്ട്. ഡയറക്ടറിന്റെ അടുത്താണ് ഈ അശ്വന്ത് ഗോപൻ എന്ന് പറഞ്ഞൊരു റിവ്യൂ പടം കണ്ടതിന് ശേഷം പുള്ളി റിവ്യൂ ഇട്ടു. അപ്പം അതിലെ പുള്ളി എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ മണൽ വാരല് ഒരു 10 വർഷം മുന്നേ അല്ലെങ്കിൽ 20 വർഷം മുന്നേ ആയിരുന്നു ഈ സംഭവങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. കാരണം പുള്ളി ആ നാട്ടുകാരനാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഈ ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പം ഗവൺമെന്റ് ഉൾപ്പെടെ മണൽ വാരലിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കാരണം മാനുഫാക്ചേഴ്സ് ആൻഡ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കുറച്ച് കാലമായിട്ട്. അപ്പം ഗവൺമെന്റും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ടൈമിൽ ഈ ഒരു വിഷയം ആപ്റ്റാവുന്നില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പൊ അതിനോടുള്ളൊരു പ്രതികരണം എന്താണ്? ഇല്ല, ഒന്നാമത്തെ കാര്യം റിവ്യൂസ് അതിൽ എന്തുവരെ പറഞ്ഞോട്ടെ, അത് കുഴപ്പമില്ല. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാല് ഇപ്പം നേരത്തെ ജിക്കു പറഞ്ഞ പോലെ നമ്മൾ സൗണ്ട് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് അവിടെ നടക്കുന്നുണ്ട്, ഇപ്പോഴും അവിടെ നടക്കുന്നുണ്ട്. ഏർലി മോർണിംഗ് അവിടെ നിലമ്പൂര് മമ്പാട് പ്രദേശങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോഴും അവിടെ നടക്കുന്ന കാര്യമാണ്. അതിപ്പോ കാലങ്ങളായിട്ട് നടക്കുക. ഞാൻ എന്നും ഡെയിലി കാണുന്നതാണ് അവിടെ. പിന്നെ ഈ മലബാർ ഏരിയയിലൊക്കെ ഈ സംഭവം ഇപ്പോഴും വളരെ എടുത്തോണ്ടിരിക്കുന്നുണ്ട്. അതിൽ വലിയ കാര്യമൊന്നുമില്ല. പിന്നെ അത്രേ ഉള്ളൂ. അതാണ് അതിന്റെ ഉത്തരം. ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. വേറെ കാര്യം പറയട്ടെ. ഇവിടുത്തെ നിയമപരമായിട്ട് ഒരാള് കൈക്കൂലി വാങ്ങാൻ പാടില്ല അല്ലേ? ശിക്ഷിക്കാം. ഇവിടെ കൈക്കൂലി വാങ്ങുന്നില്ലേ? ഇല്ലേ? പറയാൻ പറ്റുമോ ഇല്ലെന്ന്? കൈക്കൂലി വാങ്ങുന്നവർ കൂടുതലാണ്. ശിക്ഷിക്കാൻ വേണ്ടി ഒരാളെ ശിക്ഷിക്കും. പിടിച്ചാലും തന്നെ ചില ശിക്ഷകൾ ഉണ്ടാകാറുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കൈക്കൂലി വാങ്ങുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അത് ആ കാലഘട്ടത്തിൽ പറയേണ്ടതല്ലേ എന്ന് പറയുന്നത് എപ്പോഴും ഉണ്ടത്. നമ്മളൊരു കലാസൃഷ്ടി ഉണ്ടാക്കുമ്പോൾ അത് ഇൻട്രസ്റ്റഡ് ആക്കിയല്ല, കണ്ടിരിക്കാൻ മൂടായിരിക്കണം. അത് എപ്പോഴുള്ള കഥയാണ്. ഇപ്പൊ പ്രമേയുക അന്ന് പറയാൻ എന്തുകൊണ്ടാണ് ഇപ്പൊ പറയേണ്ട കഥയാണോ എന്ന് പറയുക. ആരെങ്കിലും അങ്ങനെ പറഞ്ഞ ഒരാളെന്നെ വന്ന് ഞാൻ കണ്ടായിരുന്നു. അത് ആരാന്ന് എനിക്കറിയാൻ പാടില്ല. ഒരു പടത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് ഒരു റിവ്യൂ പറയുന്ന ഒരാളാണ്. ഞാൻ അത് ഏതാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അയാൾ പറഞ്ഞു തുടങ്ങിയിട്ട് ഈ പടത്തിനെ കുറിച്ച് ഒരു പ്രേക്ഷകൻ പറഞ്ഞു തന്നെ കാണിച്ചു. പ്രമേയത്തിനെ കുറിച്ച് ഞാൻ കണ്ടു പടം. അത് കണ്ടിട്ട് ആകെ ഞാൻ 10-15 മിനിറ്റ് തന്നെ ഞാൻ ഇറങ്ങിപ്പോയി. 10-15 മിനിറ്റ് ഞാൻ ഇറങ്ങിപ്പോയി. അയാൾ പറഞ്ഞ സ്റ്റൈലാണത്. അതിൻ്റെ അയാൾ വേറെ സൂപ്പർ സ്റ്റാറിൻ്റെ ഇന്ന് മൊമെന്റ് മേടിക്കുന്ന ഫോട്ടോയും അവിടെ കാണിച്ചു. നിങ്ങൾ കണ്ടു കാണും ചിലപ്പോൾ നിങ്ങൾ അല്ലല്ലോ അതും കാണിച്ചു. എന്നിട്ട് പിന്നെ പറഞ്ഞു പക്ഷെ ക്യാമറയ്ക്ക് ഗംഭീരമായിട്ട് നല്ല മേക്കിംഗ് ആണ്. ഈ 15 മിനിറ്റ് ഉറങ്ങിയാണ് ഈ 2-10 മിനിറ്റ് ചിലപ്പോൾ എങ്ങനെ കണ്ടു. മേക്കിംഗ് ഗംഭീരമാണ്, നല്ല ക്യാമറയാണെന്നൊക്കെ പറയാൻ. അപ്പൊ എന്തും പറയാന്നുള്ളതാണ്. ഇപ്പൊ ഈ ഉറുമ്പിന്റെ സ്വഭാവം എന്താണ്? ഉറുമ്പിനെ നമ്മുടെ കാര്യത്തിൽ അത് കടിക്കും അല്ലേ? അത് ഉറുമ്പിന്റെ സ്വഭാവം, കുറ്റം പറയാൻ പറ്റില്ല. അതിനമ്മ വെള്ളത്തിൽ കിടക്കണേ കൈയിട്ട് നമ്മളിങ്ങനെ പൊക്കിയെടുത്ത് കരപ്പലിട്ടാൽ കയറി വരുന്ന സമയത്ത് നമ്മൾ കടിയടിച്ചിട്ടേ പോകുള്ളൂ. അങ്ങനെ ചില റിവ്യൂസ് പറയുന്ന ആൾക്കാരാണത്. അവർ പറഞ്ഞോട്ടെ നേരാകാൻ വലിയ ബുദ്ധിമുട്ടാണ്. അവർ പറഞ്ഞിട്ട് അത് പറഞ്ഞോട്ട് സിനിമയ്ക്ക് ഒന്നും സംഭവിക്കാമല്ലോ. കണ്ണാടി നോക്കി സ്വന്തം രൂപം കണ്ടാൽ തന്നെ ദേഷ്യപ്പെടുന്ന ആൾക്കാരെ അവരൊക്കെ. അതാണ്, അത് സൃഷ്ടിയാണ്. അങ്ങനെ അത് ആരും കുറ്റം പറയാൻ പറ്റില്ല. ഒന്നുമില്ല, ഒറ്റ കാര്യം കൂടെ. മഞ്ഞുമൽ ബോയ്സ് സിനിമ ഇറങ്ങിയിട്ട് ഞാൻ റിവ്യൂ കണ്ടു. ഖാലിദ് റഹ്മാൻ പുള്ളിനെ ഒരു ഡ്രൈവർ ചേട്ടൻ ലെജൻഡാണ്. പുള്ളിനൊക്കെ ലെജൻഡായിട്ട് കാണാനുള്ള പുള്ളിനൊക്കെ ഒരു ഡ്രൈവർ ചേട്ടൻ എന്ന് പറയുമ്പോൾ സിനിമയുടെ ഒരു കാര്യങ്ങൾ അറിയാണ്ട് വെറുതെ പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ട്. അത്രേ ഉള്ളൂ. റിവ്യൂ പറഞ്ഞോട്ടെ. അവര് നമ്മള് സിനിമ റിലീസാക്കുന്നത് തിയേറ്ററിലാണ്, യൂട്യൂബിനകത്തല്ല. അപ്പം യൂട്യൂബിനകത്ത് റിലീസാക്കി ഈ ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് എന്തും പറയാന്നുള്ളത് ശരിയായിട്ടുള്ള കാര്യമില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ അവര് പറയണം, അവർക്ക് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം അവർ പറഞ്ഞോട്ടെ. പക്ഷെ ഇതും കൂടെ ശ്രദ്ധിക്കണം. നമ്മളൊക്കെ ഒരുപാട് ഞാൻ 21ാമത്തെ വയസ്സ് തുടങ്ങിയ പരിപാടിയാണ്. 24 വയസ്സായി. വെറുതെ എന്തെങ്കിലും പറയണേക്കാളും ബെറ്റർ പോസിറ്റീവായിട്ട് പറയാന്നുള്ളതാണ്. നിങ്ങളൊക്കെ പോസിറ്റീവായിട്ടല്ലേ. എനിക്ക് ഒരുപാട് മീഡിയ ടീം എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് ഇന്ന് ഇവിടെ ഞാൻ നിൽക്കുന്നത്.
നിങ്ങളെല്ലാവരും നമ്മുടെ PR ടീം എല്ലാവരും ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ട് സന്തോഷമുണ്ട്. അപ്പം പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ നോക്കുക. മലയാളത്തിന്റെ പൂക്കാലാണ്. ആ പൂക്കാലം ഒന്നും കൂടി പൂത്താലേ നമ്മുടെ മലയാള സിനിമ ഇനിയും മുന്നോട്ട് പോകുള്ളൂ. അതേപോലെ ഏറ്റവും യങ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. ഒരുപാട് ആൾക്കാർക്ക് ഇനി ഇൻസ്പിറേഷൻ ആവാനുള്ള ഒരു വ്യക്തിയാണ്. അപ്പം ഇത്തരത്തിലുള്ള ഒരു നെഗറ്റീവ് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് തളരാറുണ്ടോ, അതോ എന്താണ് ഓവർകം ചെയ്യുന്നത് എങ്ങനെയാണ്? ഇല്ല, തളരാറൊന്നുമില്ല. പിന്നെ ഈ എനിക്ക് ഒരു ഇതുണ്ടായെന്ന് വെച്ചാൽ, ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിവ്യൂ എന്ന കാര്യം ഞാൻ മാത്രം അറിയാണ്ടിരുന്നില്ല. ലാസ്റ്റാണ് ഞാൻ അറിഞ്ഞത്. റിവ്യൂ വന്നതിന് ശേഷം ഞാൻ വാട്സപ്പിൽ ബ്രോഡ്കാസ്റ്റിലേക്ക് ഈ സാധനം ഇടുമ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ബൾക്കായിട്ടുള്ള കുറച്ച് ആളുകൾ ഷെയറിങ് കുറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അത് ബ്രോഡ്കാസ്റ്റ് ഇട്ടിട്ട് ഇവർക്ക് മടുത്തിട്ടായിരിക്കും എന്നുള്ളത്. പിന്നെ ഈ ബ്രോഡ്കാസ്റ്റ് ഇട്ടിട്ട് ഷെയർ ചെയ്യാത്ത ആളുകൾ ഓരോരുത്തർ ലിങ്ക് അയക്കാൻ തുടങ്ങി, ഇങ്ങനെ ഇത് റിവ്യൂ വന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ വിചാരിച്ച് അത് എന്താ കേട്ടാണ്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് സങ്കടമായിട്ടൊന്നുമില്ല. പടം ഓടുന്നുണ്ട്. കാരണം എല്ലാവരും പോസിറ്റീവായിട്ട്, നമ്മൾ എത്ര നെഗറ്റീവ് ഇപ്പോൾ വരികയെങ്കിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്കത് നമ്മളെ ഗ്രോ ചെയ്യണം. ഇപ്പം നമ്മുടെ ടീമിലുള്ളവരൊക്കെ തന്നെ പറയുന്നുണ്ട് നല്ല സിനിമയാണ്, സിനിമ ഒരിക്കലും മോശം പറയില്ല. അറ്റ്ലീസ്റ്റ് തിയേറ്ററിൽ പോയിട്ട് ഒരു 150 രൂപ കൊടുക്കാനുണ്ടെങ്കിൽ തിയേറ്ററിൽ പോയിട്ട്, അല്ലെങ്കിൽ 200 രൂപ കൊടുത്ത് തിയേറ്ററിൽ പോയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും മോശമല്ല എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പൊ ആ ഒരു സന്തോഷം എനിക്കുണ്ട്. അതിൽ ഞാൻ സംതൃപ്തനാണ്. ഇത് ഇങ്ങനെ എല്ലാവരും അടിച്ചേൽപ്പിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ എല്ലാവർക്കും വരാൻ ടെൻഷനാവും. പ്രൊഡ്യൂസേഴ്സിനാണ് വരാൻ ടെൻഷൻ. കാരണം പ്രൊഡ്യൂസേഴ്സിന് ഈ പേടിയാണ്. ഇപ്പോൾ ഓരോ പ്രൊഡ്യൂസേഴ്സും വരാൻ പേടിയാണ്. കാര്യം ഒരു ഇത്രയും നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് ആ സിനിമ ഒന്നും അല്ലാണ്ടായി പോകുക പറയുന്നത് വളരെ വലിയ കാര്യമാണ്. അതാണ് അത്രയേ ഉള്ളൂ. മലയാള സിനിമയിലെ എല്ലാ സിനിമകളിലും ഇപ്പം ചേട്ടനുണ്ട്. മലയാള സിനിമയിൽ കണ്ണു വെക്കല്ലേ, കുറച്ച് നാളായിട്ട് ഒന്ന് പുറത്തിറങ്ങിയുള്ളൂ. അല്ല, ഇപ്പോൾ ഒരു സമയത്ത് തിയേറ്ററുകളിലൊന്നും ഇല്ല, ആളുകൾ കയറാൻ സമയത്ത് ബ്രഹ്മയുഗം പോലൊരു പടം വന്ന് തിയേറ്ററിൽ തന്നെ അന്ന് തൊട്ട് തുടങ്ങിയതാണ്. അപ്പൊ ഈ സിനിമയുണ്ട്. എങ്ങനെയാണ്, എന്താണ് സന്തോഷം? ഇപ്പൊ ഇനി വരുന്ന 1-2 സിനിമകളും കൂടി വരാനുണ്ട്. അപ്പോൾ ഇതൊരു സമയം, സിനിമയ്ക്ക് നമ്മളെ ആവശ്യമുള്ളപ്പോൾ നമ്മൾ അതിൻ്റെ ഒപ്പം നിന്ന് പണിയെടുക്കുക എന്നുള്ളതാണ്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ എപ്പോഴും കിട്ടണമെന്നില്ല. സിനിമ ഇപ്പം എന്നെ ആവശ്യപ്പെടണമെന്ന് തോന്നണം. അപ്പം ഞാൻ ഉഷാറായിട്ട് നിൽക്കണം. അപ്പോൾ ചെയ്യുന്ന എല്ലാ കഥാപാത്രങ്ങളെ കുറച്ച് നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങൾ എടുക്കുന്നുണ്ട്, അല്ലാതെ പോസിറ്റീവ് ആയിട്ടുള്ളത് വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ വാലിബലിലെ കഥാപാത്രമായാലും ശരി, ബ്രഹ്മേഗത്തെ കഥാപാത്രമായാലും ശരി, ഇതിലെ കഥാപാത്രങ്ങളെ ചിലത് നെഗറ്റീവാണ്, ചിലത് പോസിറ്റീവാണ്. അപ്പോൾ ചെയ്യുന്ന കഥാപാത്രങ്ങൾ കൊണ്ടാകുന്ന ഷിഫ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ എങ്ങനെയാണ് കഥാപാത്രം യൂസ് ചെയ്യുന്നത്? അവര് ആ സമയത്ത് നമുക്ക് പറഞ്ഞു തരുന്നത് കണ്ണും കാതും നന്നായി തുറന്നു വെച്ച് നമ്മൾ കേൾക്കുന്നു, അതേപോലെ തന്നെ അനുസരിച്ച് നമ്മൾ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ വേറെ പരിപാടികളൊന്നും അങ്ങനെ പറയാൻ അറിയില്ല. മാക്സിമം ചെയ്തത് വീണ്ടും വരരുത് എന്നൊക്കെയുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ട്. മാക്സിമം എന്നെ കാണാതെ ആ കഥാപാത്രത്തിനെ കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. അതേപോലെ സംവിധായകർ എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാറുണ്ട്, പറഞ്ഞു തരാറുണ്ട്. അത് കേട്ട് ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടുണ്ട്. പടം ചെയ്യണം എന്നുള്ളത് തന്നെയാണ് പ്ലാൻ. ഇതൊന്ന് എല്ലാവരും വൈഡായിട്ട് എത്തിച്ചേരുക. കാര്യം ഈ പറഞ്ഞ പോലെ തന്നെ അശോകേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ വിളിക്കുമ്പോൾ അയ്യോ അത് അറിഞ്ഞില്ല എന്നുള്ളത് ഇത് വരാൻ തിരിച്ചിട്ടാണ് നിങ്ങൾ മീഡിയ സുഹൃത്തുക്കളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞതും നിങ്ങളെ സപ്പോർട്ട് ആവശ്യപ്പെടുന്നതും. അപ്പൊ ഇനിയും ഞങ്ങളോട് സപ്പോർട്ട് ഉണ്ടാകുമ്പോൾ ഞങ്ങൾ കൂടെ നിൽക്കണം എന്ന് മാത്രം പറയണം. അടുത്ത പ്രൊജക്ട് വരട്ടെ, ചെയ്യണം, എത്രയും പെട്ടെന്ന് ചെയ്യണം. അടുത്ത പ്രോജക്റ്റ് എനിക്കറിയാം. അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല, പക്ഷെ ഇതിനേക്കാൾ ഗംഭീരമാണ്, നോ ഡൗട്ട്. ഞാനുണ്ടെന്നുള്ള ഞാനല്ല തീരുമാനം, അദ്ദേഹത്തിന്. അല്ലല്ല, കഥ എനിക്കറിയാം. എനിക്ക് ഞാൻ കഥ കേട്ടിട്ടുണ്ട്. വേറൊരു സ്റ്റൈലാണ്, വേറെ രീതിയിലാണ് ചെയ്തേക്കുന്നത്. രസമാണത്. കാരണം ഞാൻ എൻ്റെ ദിവസങ്ങളിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ ഈ പടത്തിൽ. ടോട്ടലി കാണുന്ന തിയേറ്ററിലാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു ഡയറക്ടറാണെന്നും അത് ഈ പടം കാണുന്നതിന് മുമ്പ് മറ്റേ കഥ എന്നോട് പറഞ്ഞു. കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ആ ആംഗിളിലാണ് ആ കഥ ഞാൻ കൺവേർട്ട് ചെയ്തത്. അതുള്ളത് ഗംഭീരവും ഡെഫിനറ്റാണ്. ഇപ്പൊ പറയാനായിട്ടില്ല, ആറ്റിക്കുറിക്ക് എടുക്കുന്നേ ഉള്ളൂ. പിന്നെ അശോകേട്ടന് ഞാൻ ഭയങ്കര കൂട്ടാ. അപ്പൊ ഞങ്ങള് എപ്പോഴും എല്ലാ കാര്യം അശോകേട്ടൻ എന്താണെന്നറിയോ, എല്ലാ കാര്യങ്ങളും ചോദിക്കും. വിളിച്ചിട്ട് നമ്മുടെ വീട്ടിലാണെങ്കിൽ പോലും എന്താണ്, സുഖാണോ, ഓക്കെ അല്ലേ, ഉപ്പാന്റെ കാര്യം ഉമ്മാന്റെ കാര്യം, വീട്ടിലെ എല്ലാ കാര്യം ചോദിക്കും അശോകേട്ടൻ. അപ്പൊ ഞങ്ങൾ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റിയ ആളാണ്. അപ്പൊ ഞാൻ ഒരു ദിവസം ഇരുന്നിട്ട് അങ്ങോട്ട് കഥ പറഞ്ഞു പോയി.
പുള്ളി ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പം എന്തായാലും നോക്കാം നമുക്ക് ഭാവിയിൽ. എനിക്ക് അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രം വളരെ ബ്രീഫായിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് കൂടുതൽ ഞാൻ ഇഷ്ടപ്പെട്ടത്. അതായത് നമ്മുടെയൊക്കെ ജീവിതമായിട്ട് ഭയങ്കര ബന്ധമുണ്ട്. അങ്ങനെയാണ് ഞാൻ എപ്പോഴും എന്തൊക്കെ ചോദിക്കുന്നത്. പോകണോ വൈകുന്നേരം നമ്മൾ പോകും. ചേട്ടന് എന്താണ് മണിച്ചേട്ടൻ എന്ന് പറയുമ്പോൾ ഇന്നും മലയാളികൾ ഇന്നും ഓർക്കുന്ന ആ ശബ്ദം അദ്ദേഹം ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾ ഇന്നും മലയാളികളുടെ മനസ്സിലുണ്ട്. സംശയമില്ലാത്ത കാര്യമല്ലേ. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഇപ്പോഴും പിന്നെ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നാദമാണ്. പണ്ട് അങ്ങനെ ടൈറ്റിൽ വന്നെങ്കിലും എവിടെയും ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും മനസ്സിലൊരു നാദമായിട്ട് ഇപ്പോഴും മുഴങ്ങി നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് മണി. അത് അഭിനയത്തിലാണെങ്കിലും പാട്ട് കൊണ്ടാണെങ്കിലും തമാശ കൊണ്ടാണെങ്കിലും സാമ്പത്തികം കൊണ്ടാണെങ്കിലും ശരീരം കൊണ്ടാണെങ്കിലും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഒരാളുടെ ചെറിയൊരു വേദന കേട്ട് അപ്പം തന്നെ അതിന് പ്രതിവിധി കാണാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് പ്രതിവിധി കാണേണ്ടത്, പൈസ കൊണ്ടാണോ ശരീരം കൊണ്ടാണോ അല്ലെങ്കിൽ വാക്കുകൊണ്ടാണോ എന്തും തയ്യാറാകുന്ന ഒരാളാണ്. കാരണം എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരു ആർട്ടിസ്റ്റാണ്, ഒരു നല്ല മനുഷ്യനാണ് മണി. അപ്പോൾ അത് ഭയങ്കര വിയോഗം തന്നെ. കുറേ പറയേണ്ടി ചിലപ്പോൾ കരഞ്ഞു പോകും. ഇന്നിപ്പോൾ മരിച്ച ദിവസമാണ്. ഇന്ന് ചാലക്കുടി പറഞ്ഞു. ഇത് കഴിഞ്ഞോട്ട് ഞങ്ങൾ പോകും. അവിടെ പോകണം. അവിടെ സുന്ദരദാസ് CP സാറ് ഒരു അനുശോചന യോഗം ഉണ്ടായി, പങ്കെടുക്കണം. മണിയെക്കുറിച്ച് നമുക്ക് വിശദീകരിച്ച് പിന്നെ പറയേണ്ടല്ലോ, എല്ലാവർക്കും അറിയാം. പിന്നെ ഞാൻ പറയണത് ആദ്യ സിനിമയാണ്. എന്തൊക്കെ ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും. ആദ്യത്തെ സിനിമയാണല്ലോ, ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ തിയേറ്ററുകളിലെ എണ്ണം കുറയുന്നൊക്കെ കേൾക്കുമ്പോൾ പേടി തോന്നി. എനിക്ക് എത്ര തിയേറ്ററിൽ വന്നാലും കുഴപ്പമില്ല. അല്ല എന്താ വെച്ചാൽ ഫസ്റ്റത്തെ പടം എനിക്ക് കുറേ ബോണസ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്ര ഹക്കീം, ഹർഷി ചേട്ടൻ, മണിയണ്ണേട്ടനൊക്കെ കൂടെ അഭിനയിച്ചു. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. പോസ്റ്ററിൽ ഫോട്ടോ വന്നു, പിന്നെ വേഫാറ് സിനിമ എടുത്തു. അങ്ങനെ പറഞ്ഞാൽ എനിക്ക് ബോണസാണ് ഈ ഫസ്റ്റത്തെ പടം എന്ന് വെച്ചാൽ. പിന്നെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ ഫസ്റ്റ് തന്നെ തിയേറ്ററിൽ ഫസ്റ്റ് സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ എൻ്റെ പടം മടുപ്പൊക്കെ ഇരുന്നിട്ട് കണ്ടത്. എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു, ഭയങ്കര ഇമോഷണലായിരുന്നു അത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ തിയേറ്ററിൽ ഓടുന്നുണ്ട് പടം. ഞാൻ ഇത്തിരി ഇവർ ഹക്കീമിൻ്റെ സഭയുടെയും പിന്നെ കൂടെയുള്ള ഒരു വേഷമാണ്. അപ്പോൾ ഇത്തിരി കോമഡി പരിപാടിയായിട്ട് ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ചെയ്യുന്നത് കണ്ടിട്ട് ആൾക്കാർ ചിരിക്കണം കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കാര്യമായിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ തിയേറ്ററുകൾ കുറവാണെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അറിയാലോ, വലിയ വലിയ പടങ്ങൾ മഞ്ഞുമല്, ബ്രഹ്മയുഗം, പ്രേമലോ അങ്ങനെയൊക്കെ. അപ്പം നിങ്ങളിപ്പോൾ ഈ ചിക്കനും മറ്റേ മന്തിയൊക്കെ കഴിക്കുമ്പോൾ ഒരു ലാസ്റ്റ് ഒരു ഫ്രഷ് ലൈഫ് കുടിക്കില്ലേ, അതേപോലെയാണ് കടകൻ. ഇത് കഴിച്ചാൽ ഒരു ഫുള്ളാവുള്ളൂ ഈ പടം, നിങ്ങൾ കാണും. അപ്പോൾ അത്രയൊക്കെ ഇനിയും കാണാനുള്ള പ്രേക്ഷകർ, എനിക്ക് ഒരുപാട് തിയേറ്ററുകൾ കിട്ടട്ടെ, കാണാൻ വരുന്ന പ്രേക്ഷകരോട് നമ്മൾ കടകൻ മസ്റ്റ് തിയേറ്റർ വാച്ചാണ്. തിയേറ്ററിൽ പോയിട്ട് കണ്ടാലേ അതിന്റെ ഫീൽ കിട്ടുള്ളൂ. ഈ ജിക്കു ഒരുപാട് സൗണ്ടിൽ കുറെ എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അശോകേട്ടന്റെ ഞങ്ങൾ ക്യാരക്ടർ പോസ്റ്റർ ചെയ്യാൻ വേണ്ടിയിരുന്ന സമയത്ത് ഞാൻ വേറെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും പറഞ്ഞത് അശോകേട്ടൻ്റെ ആ ക്യാരക്ടറിന്റെ പ്ലേസ്മെന്റ് അത് തിയേറ്ററിൽ നിന്ന് തന്നെ കാണാം. അപ്പോൾ മൊത്തത്തിൽ ഫൈറ്റ് ആണെങ്കിലും അതിന്റെ സൗണ്ട് ഡിസൈൻ ആണെങ്കിലും ഗോപിച്ചേട്ടന്റെ മ്യൂസിക് ആണെങ്കിലും എഡിറ്റിംഗ് ഒക്കെ ആണെങ്കിലും അത് വലിയ സ്ക്രീനിൽ ഇരുന്ന് കാണാം. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണാം. ഒരുപാട് വലിയ സിനിമകളുണ്ട്. അതിന്റെ കൂട്ടത്തിൽ നമ്മളെ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണാം. ഒരിക്കലും അതൊരു നഷ്ടമാവില്ല. ഒരുപാട് അവകാശവാദങ്ങളൊന്നും നേരത്തെ പറഞ്ഞ പോലെ വെറുപ്പിക്കൂല. എന്തായാലും ആരെയും വെറുപ്പിക്കൂല. കണ്ടിരിക്കാം. കണ്ട് സമാധാനത്തിൽ ഇരുന്നിട്ട് നമുക്ക് ഫുൾ എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു പാക്കേജിൽ പടം കണ്ടുപോരാന്നുള്ളതാണ്. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം. അറിയാത്തവരെ നിങ്ങൾ അറിയിക്കാം. ഞാനത് എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഒന്നും പറ്റില്ല. അറിഞ്ഞൂടാ ഒന്നും പറയാനായിട്ടില്ല. ബസൂക്ക ഇതെന്താ പറയുന്നത്, എഗ്രിമെന്റ് എഴുതുമ്പോൾ പറയരുതെന്ന് പറയും. അതുകൊണ്ടാ എന്റെ ജോലി പോകും. ശരി.